ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇതേ കണ്ടോ, ഇതൊക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ രാത്രിയിലൊരു വീഡിയോ എന്നല്ലേ. നമ്മളുടെ വിത്തുകളെല്ലാം തന്നെ മുളച്ച് തെണ്ടി പരുവമായിട്ടുണ്ട്, പറിച്ച് നടാനായിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നട്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ മുളക് ഒരിടത്ത്, വെണ്ട ഒരിടത്ത്, വഴുതന ഒരിടത്ത്, പയറൊരിടത്ത്, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് വിത്തിട്ടിരിക്കുന്നത്. ഇപ്പം എല്ലാം കിളുത്തത്, ഒരെണ്ണം പോലും കിളുക്കാനില്ല. എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള തൈകളായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ രാത്രിയിൽ എന്താണ് എന്ന് ആദ്യമേ പറയാം. നമ്മൾ സാധാരണ ഈ ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേനും കൂടുതലായിട്ട് കൃഷിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതെല്ലാം സന്ധ്യ കഴിഞ്ഞിട്ട് 6-6:30 കഴിഞ്ഞതിന് ശേഷം, ചിലപ്പോൾ 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാട്ടെ, തൈകൾ പറിച്ച് നടുന്നതാട്ടെ, അങ്ങനെ വളം ഒഴിച്ചു കൊടുക്കുന്നത്, അങ്ങനെ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് വൈകിട്ടാണ്. പകൽ അതികഠിന ചൂടാണ്. ചൂട് സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, മോനുണ്ട് കൂടെ, അപ്പുറത്ത് വേറൊരു പാക്ചോയ് അത്ര ആയിട്ടില്ല, കാണിച്ചു തരാൻ കുറച്ച്. അത് അവൻ എടുക്കണമെന്നാണ് പറയുന്നത്. എടുക്കാറായില്ലടാ ചക്കര. അത് പാക്ചോയ് നമ്മൾ കിളിപ്പിച്ചതാണ്. അപ്പോൾ കുഞ്ഞത് വന്നപ്പോൾ തൊട്ട് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കൃഷി ചെയ്യുന്ന കൂട്ടത്തിൽ മക്കളെയും കൂടെ ഇറക്കും. മോക്കിപ്പോൾ പഠിക്കാനുള്ളതുകൊണ്ട് മോള് വന്നില്ല. അപ്പം രാത്രി സമയത്താണ് നമ്മൾ ഈ കൃഷിക്ക് വേണ്ടുന്ന മിക്ക കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതാണ് ഏറ്റവും ഉചിതം. അപ്പം നമ്മളുടെ ടെറസിലാണെങ്കിലും മുറ്റത്ത് നമുക്ക് പറ്റുന്ന കോമ്പൗണ്ടിലൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളും ആ സമയം തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ജോലിക്കാർക്കൊക്കെ ഏറ്റവും ഉചിതം. കാരണം അവർക്ക് സമയമില്ല എന്നും പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യമില്ല. വൈകിട്ട് വന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇതിനൊക്കെ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വിത്ത് നമ്മൾ പാകി മുളപ്പിച്ചിരിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് മാത്രം ഈ ട്രെയിൽ നിറച്ചിട്ടാണ്. വിത്ത് ഒരുപാട് താഴത്തിൽ ഇട്ടിട്ടില്ല. വിത്തോളം ആഴത്തിൽ വിത്ത് പാകി വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് രാവിലത്തെ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി ഇതിനെ പ്ലേസ് ചെയ്താണ് നമ്മളിതിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൃഷി ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ വിത്ത് മുളപ്പിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പ്രധാനമായിട്ടും നേരിടുന്ന കുറച്ച് പ്രശ്നമുണ്ട്. ആദ്യമേ തന്നെ കാണിച്ചു തരാം. നമ്മളുടെ കൂടുതലും ജൈവ കൃഷി ആയതുകൊണ്ട് തക്കാളിയിൽ എപ്പോഴും വരുന്നൊരു കാര്യം ഏതാണ്ട് ഇത് കണ്ടോ, ചിത്രകീടം. ഈ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ ചിത്രകീടം വരുന്നുണ്ട്. മോർണിംഗ് വാ. ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ ചിത്രകീടം വരുന്നുണ്ട്. അതുപോലെ മൊസൈക്ക് രോഗങ്ങളൊക്കെ പല ആളുകളും അത് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നിംബിസിഡിൻ അല്ലെങ്കിൽ വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള ഏതൊരു കീടനാശിനിയും നമ്മൾ കൃഷിയുടെ തുടക്കത്തിൽ മുതലേ കയ്യിൽ കരുതിയിരിക്കണം. ഞാൻ ഈ തൈ നട്ട് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേനും നിംബിസിഡിൻ അതിന് പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. എത്ര 2 ml 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതൊരു നിശ്ചിത ഇടവേളകളിൽ നമ്മൾ നേരത്തെ തൊട്ടേ ചെയ്ത് വരികയാണെങ്കിൽ ഇതിൻ്റെ ആക്രമണം ഒന്നും വരത്തില്ല. ഇതുവരെ ഞാൻ ഇത് അതിൽ അപ്ലൈ ചെയ്തില്ലേ. തൈ പറിച്ച് നട്ടതിന് ശേഷം മോന് തരാം. തൈ നട്ടതിന് ശേഷം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. നമുക്ക് ഏത് തരം വിത്തും നമ്മളുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാം. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് വേണം നിങ്ങൾ ഓർഡർ തരാനായിട്ട്. കോൾ ചെയ്താൽ എനിക്ക് എല്ലാ കോളും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കോൾ ചെയ്യാൻ എടുക്കാറേ ഇല്ല. അപ്പോൾ വാട്സാപ്പിൽ കയറി മെസ്സേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് വേണമെന്നും പറഞ്ഞ് മോൻ ഇവിടെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കാര്യം പറയാം. നമ്മൾ ബുള്ളറ്റ് മുളക് പാകുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞ് അത് അവൻ ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്കിവിടെ ബുള്ളറ്റ് ഉണ്ടേ. അപ്പോൾ അവനത് കൺഫ്യൂഷനായിപ്പോയി. ബുള്ളറ്റ് മുളകോ, അമ്മേ ബുള്ളറ്റ് മുളക എന്നൊക്കെ പറഞ്ഞ്. ഇതെന്തുവാ മോനെ, ഇതെന്തുവാ? ഇത് ബുള്ളറ്റ് മുളകല്ല, ഇത് പാക്ചോയ്. എന്തുവാ? പാക്ചോയ് ലീഫി വെജിറ്റബിളാ. മോന് നടാനും മോനെ കൊണ്ടാണ് ഇത് നടിക്കുന്നത്. പക്ഷേ ഇത് നടാറായില്ല. ഒരു ഇച്ചിരി കൂടെ ആയാലേ നടാൻ പറ്റത്തുള്ളേ. കളയല്ലേ താഴെ. നമ്മളുടെ വീഡിയോ ആദ്യം തൊട്ടേ കാണുന്നവർക്ക് അറിയാൻ തന്നെ ഈ ഒരു പ്ലേസ് നമുക്കിവിടെ ഒരു 10-20 കെട്ടുണ്ട്. ഇതുപോലെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് ചെടികൾ നടാനായിട്ട് പണ്ട് കെട്ടിയതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇടയ്ക്ക് ചെടി, ഇടയ്ക്ക് പച്ചക്കറി, അങ്ങനെ മാറ്റി വെക്കും. കാരണം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ ചീര നടാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിനകത്ത് നേരത്തെ കാബേജ് ആയിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. കാബേജ് എല്ലാം വിളവെടുത്തതിന് ശേഷം ഈ മണ്ണ് ഫുള്ള് നമ്മൾ നന്നായിട്ട് കുത്തി ഇളക്കി കുമ്മായമിട്ട് വെച്ചിരിക്കുകയായിരുന്നു. കുമ്മായമിട്ട് നനച്ച് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ പൊതയും കൊടുത്തു. 3-4 ദിവസം മുമ്പേ നമ്മളിതെല്ലാം പിന്നെയും ഇളക്കി കൊടുത്തിട്ട് അടിവളം കൊടുത്തു. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടിയും കൂടെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടു. ഇന്നലെ നമ്മൾ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചൊഴിക്കാൻ നേരത്തേന് ഇതിലും കുറച്ച് ഒഴിച്ചു കൊടുത്തു. പിന്നെയും പുതയിട്ട് ഇതിനകത്ത് എല്ലാം സെറ്റായി വെച്ചു. സൂക്ഷ്മജീവികൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി
വേണ്ടിയിട്ട്. നമ്മളിനി ചീര നടാൻ പോവുകയാണ്. ഞാൻ ഏകദേശം ഒരു സ്പേസ് കാൽക്കുലേറ്റ് ചെയ്ത് കുഴികൾ എടുക്കുകയാണ്. ഇതേണ്ടേ നന്നായിട്ട് വേരെല്ലാം പിടിച്ചിരിക്കുന്നത് കണ്ടോ. ചകിരിച്ചോറ് കമ്പോസ്റ്റ് മാത്രം കൊടുത്താണ് ഇത് നട്ടത്. നേരത്തെ നമ്മൾ പാകിയപ്പോൾ വാമ് കൊടുത്തായിരുന്നു. ഇതിനകത്ത് വാമ ഇട്ടിട്ടില്ല കേട്ടോ. ഇതുപോലെ അങ്ങ് നടുക. ഇറക്കി വെച്ചു, മൂട് ഉറപ്പിച്ചു കൊടുത്തു. ഇനി അടുത്തത് നടാനായിട്ട് എടുക്കുക. ഏറ്റവും വളർച്ചയുള്ളത് നോക്കി എടുക്കുന്നത്. ഇതുപോലെ സീഡ് ഡ്രൈ പാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നേരെ തറയിലൊക്കെ നന്നായിട്ട് മണ്ണ് കുത്തി ഇളക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് പാകാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം ഇങ്ങനെയാണ് പാകുന്നത്. പിള്ളേരെ മോള് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട്. രണ്ടും കൂടെ അവിടെ ചാട്ടവും വീണു ലക്കി വീണോ? സാരമില്ല, എണീറ്റോ. അതൊരു സൈഡിൽ കൂടെ നടക്കും നമ്മുടെ പണി. ഇവിടെ വേറൊരു സൈഡിൽ കൂടെ നടക്കും. ഇതെല്ലാം നട്ടു. നമ്മളിവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ മണ്ണിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, പാത്തി പോലെ. അത് നമ്മളിത് വളരുന്നതിനനുസരിച്ച് ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങൾ കൊടുത്തിട്ട് മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കും വളരുന്നതിനനുസരിച്ച്. ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് സ്യൂഡോമോണസ്. നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന കണക്കിലുള്ള അളവിലെടുത്ത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളി നമ്മൾ എടുക്കുകയാണ്. തെളിയെടുത്ത് ഇതിൻ്റെ ചെടിയുടെ മുകളിലും താഴെയും ഒക്കെ വരുന്ന രീതിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പം ഈ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചീര. നമ്മുടെ കയ്യിൽ ഏകദേശം 12 ഇനം ചീരകളുണ്ട്. വിത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ സന്ധ്യാസമയങ്ങൾ കഴിയുമ്പോഴത്തേന് രാത്രിയിലും നമുക്ക് കൃഷി ചെയ്യാം. സമയമില്ലാത്തവർ ഇതുപോലെ സമയം സെലക്ട് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും കൃഷി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്യൂഡോമോണസ് എല്ലാം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് പൊതയിട്ട് കൊടുക്കണം, നല്ല രീതിയിൽ തന്നെ പൊതയിട്ട് കൊടുക്കണം. പിന്നെ ഇപ്പം രാവിലെ തന്നെ നല്ല ചൂടുള്ള വെയിലായതുകൊണ്ട് ചെറിയ ഇലച്ചിൽ കുത്തി ഒരു 2-3 ദിവസം കൊടുക്കുവേ. അപ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ആ ഇലച്ചില്ലേ അടിക്കത്തുള്ളൂ. ചെടി ഒന്ന് പച്ച പിടിച്ച് വരുന്നിടം വരെ. പിന്നെ അതിന് സ്വയം പര്യാപ്തതയായത് തന്നെ വളർന്നോളും. ഇനി പൊതയിട്ട് കൊടുക്കേണ്ട കാര്യം നിർബന്ധമാണ്. കാരണം സ്യൂഡോമോണസ് പോലെയുള്ള ജൈവ ജീവാണുക്കളുടെ വളർച്ചയ്ക്കും അതുപോലെ നമ്മൾ ഇതിനകത്ത് കുറച്ച് സൂക്ഷ്മാണുക്കളുണ്ട്. ഇതെല്ലാം വളരണമെങ്കിൽ നമ്മൾ പൊതയിട്ട് കൊടുക്കണം നിർബന്ധമായിട്ടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.